നമുക്ക് തുടർന്ന് പ്രോബ്ലംസ് ചെയ്യാം അല്ലേ? ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് അവിടെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കുറേയൊക്കെ ചെയ്തു കഴിഞ്ഞു, കുറെ ഭാഗങ്ങളൊക്കെ എത്തി. തുടർന്നും ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി കൂടി പഠിക്കാനുണ്ട്. അതോടുകൂടി പഠിച്ച ആ ചാപ്റ്റർ തീരാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ പ്രോപ്പർട്ടിയാണ് പഠിക്കാം, അതിനുശേഷം പ്രോബ്ലം ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞല്ലോ, എഴുതിക്കോ. ടു കോഡ്സ് ഓഫ് എ സർക്കിൾ. ടു കോഡ്സ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ രണ്ട് കോഡുകൾ. ടു കോഡ്സ് ഓഫ് എ സർക്കിൾ. ഒരു തിയറം ഇതാണ്. ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ രണ്ട് കോഡുകൾ സർക്കിളിന്റെ ഉള്ളില് മീറ്റ് ചെയ്യണമെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഇങ്ങനെ, ഒരു കോഡ് ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇതിനെ എ ബി പി, ഇത് പി ക്യൂ എന്ന് കൊടുക്കാം. ഇത് എ ബി, ഇത് പി ക്യൂ. അപ്പൊ എ ബി ഒരു കോഡ്, പി ക്യൂ ഒരു കോഡ്. ഈ രണ്ട് കോഡും സർക്കിളിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോ അങ്ങനെ കൂട്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് സി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തിയറം ഇതാണ്. ഇതിന്റെ രണ്ട് ഇപ്പോ ഇങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ, ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സി രണ്ട് കഷ്ണമാവും. ഐ മീൻ എ ബി രണ്ട് കഷ്ണമാവും, എ സി സി ബി. അതുപോലെ പി ക്യു രണ്ട് പീസായി മാറും, ക്യു സി സി പി. ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും. അതാണ് തിയറം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ രണ്ട് പീസ് ഏതൊക്കെയാ? എ സി ഇൻറ്റു സി ബി, എ സി ഇൻറ്റു സി ബി. ഇതിന്റെ പ്രൊഡക്ഷൻ എന്തൊക്കെയാ? ക്യു സി ഇൻറ്റു സി പി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് തിയറം. അത് ഏത് കോഡുകൾക്കും ഇങ്ങനെയാണ്, കൂട്ടിമുട്ടുന്ന കോഡുകൾ. കോഡുകൾ കൂട്ടിമുട്ടിയ പോരാ, അത് കൂട്ടിമുട്ടുന്നത് സർക്കിളിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടും. സർക്കിളിന്റെ ഉള്ളിലടിക്കണം. അപ്പോ ഇങ്ങനെ ഒരു കോഡ് വരച്ചു, ഇവിടെ വേറെ കോഡ് ഇങ്ങനെ വരച്ചു, ഇവിടെ കൂട്ടിമുട്ടി കാര്യമില്ല. സർക്കിളിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയാൽ ഇങ്ങനെ ഒരു തിയറം ഉണ്ട്. അപ്പോ എഴുതിക്കോ, ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ. ഞങ്ങൾക്കത് കേൾക്കുന്നില്ലേ? പറഞ്ഞേ, ടൈപ്പ് ചെയ്ത് അവിടെ കേൾക്കുന്നില്ലേ? വേറെ കാര്യമായ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, എഴുതിക്കോ. If two chords of a circle intersect within the circle. Two chords of a circle intersect within the circle, then product of parts of the two chords are equal. Product multiply ചെയ്യുന്നു. Product of parts of two chords will be equal. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു തിയറം ഉണ്ടാക്കിയെടുക്കാം. വേറെ ഒന്ന് എഴുതി കഴിഞ്ഞോ അത്? അപ്പൊ ഒരു കാര്യം ചെയ്യും, സർക്കിൾ വരെ വരയ്ക്കുക, റഫായിട്ട് വരെ വരയ്ക്കുക, രണ്ട് കോഡ് കൊടുക്കുക, അത് സിയിൽ കൂട്ടിമുട്ടുക. അതിന് താഴെ ഇത് എഴുതി എ സി ഇൻറ്റു സി ബി. ഈ എ ബിയുടെ രണ്ട് കഷ്ണം, രണ്ട് ഭാഗങ്ങൾ, രണ്ട് പാർട്ട്, എ സി ഇൻറ്റു സി ബി ഈക്വൽ ക്യു സി ഇൻറ്റു സി പി. അതൊരു പ്രോപ്പർട്ടിയാണ്, വരച്ചു കഴിഞ്ഞാൽ പറയാം. ഇതിന് ഈ കോഡ് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, പക്ഷെ അവരൊരു തിയറമായിട്ട് അത് പറഞ്ഞു വെക്കുക. എന്താ അറിയാം, ഞാൻ എ ബി എന്ന കോഡ് എടുത്തു, ആ എ ബിനെ പി ക്യു എന്ന കോഡ് ഇന്റർസെക്ട് ചെയ്തു, കട്ട് ചെയ്തു അല്ലേ, സർക്കിളിന്റെ ഉള്ളില്. അപ്പൊ ഏതൊക്കെയാ കഷ്ണങ്ങള്? എ സിയും സി ബിയും. എ സിയും സി ബിയും രണ്ട് കഷ്ണങ്ങൾ. ഞാൻ എ സി എടുത്ത് ഇങ്ങനെ വരച്ചു, എ സി. ഈ സി ബി അവിടുന്ന് കട്ട് ചെയ്തെടുത്തു. ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു സി ബി എന്ന കഷ്ണം കൊണ്ട് ഇവിടെ വെച്ചു, സി ബി.
എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അപ്പൊ എന്താ ചെയ്തത്? രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന കോഡുകൾ, ഒരു കോഡിന് വേറെ കോഡ് ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ ആ കോഡ് രണ്ട് കഷ്ണമായിട്ട് തിരിഞ്ഞു. അതിൽ രണ്ട് കഷ്ണം തിരിച്ചെടുത്തു. എന്നിട്ട് അത് ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. മനസ്സിലായോ? അതായത് എ സി ഒരു കഷ്ണമായിട്ട് വീതി നമുക്ക് പറയാം, ബ്രെത്തും സി ബി ലെങ്ത്തുമായി ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് എ ബി സി ഡി കിട്ടുന്നില്ല. എ സി ഈ കഷ്ണമാണ്, സി ബി ഈ കഷ്ണമാണ്. അപ്പോൾ അവ അഡ്ജസന്റ് സൈഡ്, അടുത്തടുത്ത് വരുന്ന സൈഡായി ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ പറഞ്ഞ്, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ? ബ്രെഡ്ത്തിന്റെ ലെങ്ത് അല്ലേ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ, അത് എ സി ഇൻറ്റു സി ബി അല്ലേ ഇതിന്റെ ഏരിയ? എസ് എന്ന് ടൈപ്പ് ചെയ്യും. മനസ്സിലായി? എസ് എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ കോഡ് ഇതിനെയും രണ്ടാക്കി മുറിക്കുന്നുണ്ട് അല്ലെ? പരസ്പരം രണ്ടാക്കി മുറിക്കുകയാണ്. എ ബിനെ പി ക്യു രണ്ട് കഷ്ണാക്കി, ആ രണ്ട് കഷ്ണം എടുത്ത് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അതുപോലെ പി ക്യുവിനെ എ സി കട്ട് ചെയ്ത് പോയപ്പോ പി ക്യു രണ്ട് കഷ്ണമായി. ഏതൊക്കെയാ? ക്യു സിയും സി പിയും. ഞാൻ ആ ക്യു സിയും സി പി എടുത്തു. അത് ക്യു സി സി പി, ഈ സി പി ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇത് സി പി. അപ്പൊ നമുക്ക് ക്യു സി പി ആറിനൊക്കെ കൊടുക്കാൻ. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അപ്പോ ഈ റെക്റ്റാങ്കിളിന്റെ സൈഡിൽ എന്താ? ആ കോഡിന്റെ രണ്ട് കഷ്ണങ്ങളാണോ? അത് വെച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ക്യു സി ഇൻറ്റു സി പി ആയിരിക്കും അല്ലെ? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ക്യു സി ഇൻറ്റു സി പി. നോക്കൂ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ? അതല്ല തീരം പറഞ്ഞത്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതും ഇതിന്റെ ഏരിയയും ഈക്വൽ ആവും. അതാണ് ഈ തീരം പറഞ്ഞുള്ളത്. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സർക്കിളിന്റെ ഉള്ളിൽ രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്താൽ, ഒരു സർക്കിളിന്റെ ഉൾഭാഗം എടുത്തു, രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്താൽ ആ കോഡുകളുടെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റ് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോഡ് രണ്ട് കഷ്ണമാക്കി, ഒന്നാമത്തെ കഷ്ണം രണ്ടാമത്തെ കഷ്ണം. അപ്പോൾ ഒന്നാമത്തെ കഷ്ണത്തിന്റെ നീളം ഇൻറ്റു രണ്ടാമത്തെ പീസിന്റെ നീളം ഈക്വൽ ഈ കോഡിന്റെ ഒന്നാമത്തെ പീസിന്റെ നീളം ഇൻറ്റു രണ്ടാമത്തെ പീസിന്റെ നീളം. അത് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഈ നീളം ഇൻറ്റു ഈ നീളം ഈക്വൽ ഈ നീളം ഇൻറ്റു ഈ നീളം ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറയാം, അതെല്ലാ കോഡുകൾക്കും ബാധകമാണ്. സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് എല്ലാ കോഡും. മനസ്സിലായോ? യെസ്? ഓക്കെ. ഇനി അടുത്ത കാര്യം, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് ഒരു സർക്കിളിനകത്തുള്ള രണ്ട് കോഡുകൾ പരസ്പരം ഇന്റർസെക്റ്റ് ആയി, അതായത് പരസ്പരം കൂട്ടിമുട്ടി. അപ്പോ ഈ രണ്ട് കോഡ് രണ്ട് കഷ്ണമായി മാറും അല്ലേ? എ ബി എന്ന കോഡ് എ സി സി ബി രണ്ട് കഷ്ണമായി മാറി. പി ക്യു എന്ന കോഡ് ക്യു സിയും സി പിയുമായി രണ്ട് കഷ്ണമായി മാറി. ആ രണ്ട് കഷ്ണങ്ങൾ, ഒരു കോഡിന്റെ രണ്ട് കഷ്ണം എടുത്ത് റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക, ഇതിന്റെ രണ്ട് കഷ്ണത്തിൽ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക, ഇതിന്റെ രണ്ട് പീസിൽ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക. ആ റെക്റ്റാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും. രണ്ട് കോഡുകൾ സർക്കിളിന്റെ ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്താൽ ആ കോഡുകളുടെ, ഒരേ കോഡിന്റെ കേട്ടോ, രണ്ട് കോഡുണ്ട്. അപ്പൊ രണ്ട് കോഡ് പരസ്പരം കൂട്ടിവിടി 4 പീസായി മാറി. 1 2 3 4 കഷ്ണമായി മാറി. ഇതിൽ ഒരേ കോഡിന്റെ രണ്ട് കഷ്ണം എടുത്തിട്ട്, ഒരേ കോഡിന്റെ, ഈ കോഡിന്റെ ഒരു കഷ്ണത്തിന് എടുക്കാൻ പാടില്ല, ഒരേ കോഡിന്റെ രണ്ട് കഷ്ണം എടുത്തിട്ട് നിങ്ങൾ നീളവും വീതിയാക്കി മാറ്റി റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് റെക്റ്റാങ്കിൾ കിട്ടും. ഈ കോഡ് കൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം, ഇതുകൊണ്ട് വേറെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ ഏരിയകൾ ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ അല്ലയോ? ഇത് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ എന്ന ഭാഗത്ത് ചെയ്യാൻ വരും. കൺസ്ട്രക്ഷൻ ഇത് മനസ്സിലായോ? രണ്ട് കോഡുകൾ, അതിന്റെ പ്രൊഡക്റ്റ്, അതുപോലെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കി അതിന്റെ ഏരിയ രണ്ട് സെയിം തന്നെയാണ്. മനസ്സിലായോ അല്ലയോ? വീണ്ടും പറയണോ? വീണ്ടും പറയണെങ്കിൽ അവിടെ പറയാ, വീണ്ടും പറയണമെന്ന് പറയാ. മനസ്സിലായ യെസ് എന്ന് പറയാം. ഓക്കെ, ശരി. അപ്പോ ഈ ഫയലൊക്കെ വരച്ചാൽ നമുക്ക് ഒരെണ്ണം കൂടി എഴുതാം. if the chords of a circle intersect within the circle,
if chords of a circle intersect within the circle. Then the rectangle formed by ആ കാര്യം മനസ്സിലായല്ലോ. പാർട്സ് ഓഫ് ദ സെയിം കോഡ്, ഒരേ കോഡിന്റെ രണ്ട് കഷ്ണം എടുത്തിട്ട് നീളം വീതിയാക്കുക. പാർട്സ് റെക്ടാംഗിൾ ഫോംഡ് ബൈ പാർട്സ് ഓഫ് ദ സെയിം കോഡ് എങ്ങനെയായിരിക്കും? ഹാവ് ഈക്വൽ ഏരിയ. ഈ സെയിം ഏരിയ ഉണ്ടാവും, ഹാവ് ഈക്വൽ ഏരിയ. ഓക്കെ, ഇനി മറ്റൊന്ന്, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിത് പാട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി. മറ്റൊന്ന്, ഒരു സർക്കിൾ നമ്മൾ എടുത്തു. ഒരു സർക്കിൾ അങ്ങനെ ഇരിക്കട്ടെ, സർക്കിൾ. ഇതിന്റെ ഒരു കോഡ് ഡയാമീറ്റർ ആണെന്ന്, ഒരു കോഡ് ഡയാമീറ്റർ ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കോഡ് ഇതിനെ പെർപെൻഡിക്കുലർ ആയി കട്ട് ചെയ്യുന്നതായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇത് സാധാരണ കോഡുകളല്ല, ഒന്ന് ഡയാമീറ്റർ ആണ്, AB ഡയാമീറ്റർ ആണ് സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. ഈ PQ വെറും കോഡല്ല, ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, സിയിൽ അത് ജോയിൻ ചെയ്യുന്നു എന്ന് കരുതാം, സി. അപ്പോ ഒന്നാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് AC ഇൻറ്റു CBയും QC ഇൻറ്റു CPയും ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? AC ഇൻറ്റു CB ഒരേ കോഡിന് രണ്ട് കഷ്ണങ്ങളെ പ്രൊഡക്റ്റ്, QC ഇൻറ്റു PC. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് വല്ല പ്രത്യേകത ഉണ്ടാവാൻ സാധ്യത? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് കട്ട് ചെയ്താലേ AB ഡയാമീറ്റർ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു കോഡ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ PQവിനെ എങ്ങനെയാണ് രണ്ട് കഷ്ണാക്കുണ്ടാവുക? എന്തിനും പ്രത്യേകത ഉണ്ടാവാൻ സാധ്യത? അതായത് AC എന്ന പോയിന്റിൽ PC QCക്ക് എന്തിനും പ്രത്യേകത ഉണ്ടാവുമോ? അതായത് ഡയാമീറ്ററിനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തിനും പ്രത്യേകത ഉണ്ടാവാൻ സാധ്യത? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറയും, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഡയാമീറ്ററിനെ ഒരു കോഡ് വെറുതെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിരിക്കല്ല, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു കോഡ് കട്ട് ചെയ്തത് എങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈക്വൽ ഏരിയ, അത് ഈക്വൽ ആണോ ചോദിക്കേണ്ട കാര്യം, ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോ QCയും CPയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, QCയും CPയും ഈക്വൽ ആണെങ്കിൽ ഒരു കഷ്ണം QC അല്ലേ, ഒരു കഷ്ണം CP അല്ലേ? അതെടുത്ത് നിങ്ങൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയാൽ ആ റെക്റ്റാങ്കിൾ എന്താ സാധനമായിരിക്കുക? അത് വെറും റെക്റ്റാങ്കിൾ ആണോ അതോ എന്തെങ്കിലും പ്രത്യേക ഷേപ്പ് കിട്ടുമോ? എന്തേലും പറയും. അത് ഈ CPയും QCയും ഈക്വൽ ആണെന്ന്. അപ്പൊ നമ്മളെന്ത് ചോദിച്ചാൽ രണ്ട് പീസ് അല്ലേ, അത് PQന്റെ രണ്ട് പീസാണത്. അതെടുത്ത് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോ നിങ്ങൾ റെക്റ്റാങ്കിൾ എന്ത് സംഭവിക്കും? അത് സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? AC ഇൻറ്റു AB ഡയാമീറ്റർ ആവണം, PQ പെർപെൻഡിക്കുലർ ആവണം. അപ്പോ AC ഇൻറ്റു CB ഈക്വൽ എന്തായിരിക്കും? അത് PC അല്ലെങ്കിൽ QC എഴുതാം. QC സ്ക്വയർന്ന് എഴുതിക്കൂടെ? കാരണം QC ഇൻറ്റു CP എന്നാണ് വരിക. QCയും CPയും ഈക്വൽ ആയിരിക്കും ഈ കേസിൽ. അപ്പൊ QC സ്ക്വയർഡ് എന്ന് വരില്ലേ? അപ്പൊ AC ഇൻറ്റു CB ഈക്വൽ QC സ്ക്വയർഡ്. ഒരു കാര്യം ചെയ്യൂ, ഡയാമീറ്റർ ആൻഡ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ കോഡ് ഒരു ഹെഡിങ് ആയിട്ട് എഴുതാം.
diameter and its perpendicular chord. ഡയാമീറ്ററും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡും. പഠിച്ചോ? ഇത് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ എഴുതുക ലെറ്റ് എ ബി ബി ഡയാമീറ്റർ. ലെറ്റ് എ ബി ബി ഡയാമീറ്റർ. ഇത് നമ്മൾ പഠിച്ച കാര്യം ഒന്ന് മാറ്റി മറിച്ച് പറയുന്നത് മാത്രമല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലേ. എ ബി ബി ഡയാമീറ്റർ എഴുതു. എന്നിട്ട് ഇത് വരച്ചോ, വരച്ചിട്ട് എഴുതാം. റഫ് ആയി വരയ്ക്ക്. ഓക്കെ, വരച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇത് എഴുതിക്കോ. ഇഫ് എ ബി ഈസ് ദ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ and PQ is a chord perpendicular to the diameter. AB, the diameter of the circle. ഏറ്റവും വലിയ കോഡാണ് ഡയാമീറ്റർ. AB, the diameter of a circle, and PQ be a chord. PQ be a chord perpendicular to AB, perpendicular to the diameter. Diameter ന് perpendicular ആണ്. Perpendicular to the diameter. Then ഇത് എഴുതിയാൽ മതി. AC into CB equals QC squared. അപ്പൊ അവര് വലിയ തിയറൊക്കെ പറയും. അവരെന്താ പറയാൻ അറിയോ? ഈ കോഡിന്റെ പകുതി കഷ്ണം എടുത്ത് ഉണ്ടാക്കുന്ന സ്ക്വയറിന്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്താ അതിൽ പറയുന്നത്? എന്താ? CP equals QC equals CP ആയിരിക്കും. എഴുതുക, അതാണ് കാര്യം. then QC equals CP. അപ്പോൾ ഡയാമീറ്റർ ഒരു പെർപെൻഡിക്കുലർ കോഡിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാ? വെറും കട്ട് ചെയ്യല്ല, ബൈസെക്ട് ചെയ്യാണ് ചെയ്യുക. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റുന്ന ബൈസെക്ട് ചെയ്യും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഇത് എഴുതിയോ? അതെ, QC equals CP എന്ന് എഴുതിയോ? therefore AC into CB എന്തായിരിക്കും? QC into CP ആയിരിക്കും. അതിൽ CPയും QCയും സെയിം ആണ്. അപ്പൊ നമുക്ക് CPക്ക് പകരവും QC എന്ന് എഴുതാം. അപ്പൊ QC സ്ക്വയർഡ് എന്ന് കിട്ടും. കിട്ടിയോ? ഇപ്പൊ നിങ്ങൾ ആ ചാപ്റ്ററിലെ ആവശ്യമുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അത് പഠിക്കാനില്ല, പ്രോബ്ലം ചെയ്യാൻ പോകും. എഴുതി കഴിഞ്ഞാൽ പറയും, നമുക്ക് മുന്നോട്ട് പോവാം, ക്വസ്റ്റ്യൻ ചെയ്യാം. കഴിയല്ലേ? എത്ര സമയം? ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഇനി ഇതും കൂടി ഉൾപ്പെടുത്തി പ്രോബ്ലം വരുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം എന്നർത്ഥം. ഓക്കെ, നമ്മൾ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. ഇൻ ദ ഫിഗർ ഇതൊക്കെ ചെയ്താണല്ലോ. നമുക്കൊരു ഇടയ്ക്ക് പിടിക്കാല്ലേ? കാരണം കുറെയൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് കുറെയൊക്കെ ചെയ്തതാ. എഴുതിക്കോ. ഇൻ ദ ഫിഗർ ആംഗിൾ ABC equals 30 degree.
In the figure, angle ABC equals 30 degree. The length of the arc ADC is 18 centimeters. The length of the arc ADC is 18 centimeters. മൂന്ന് ചോദ്യം ഉണ്ട്. ഒന്നാമത്തെ, what is the central angle of the arc APC? What is the central angle of arc APC? APC വേറെയാണ്. APC. അത് നോക്കാം. രണ്ടാമത്തത്, what fraction of the circumference of the circle? What fraction of the circumference of the circle is arc APC? What fraction of the circumference of the circle is arc APC? മൂന്നാമത്തെ question, what is the circumference of the circle? What is the circumference of the circle? What is the circumference of the circle? എഴുതിയ അടുത്ത ഒരു question കൂടെ ഉണ്ട്. If angle RPQ, if angle RPQ equals 18 degree, angle RPQ equals 18 degree, what is length of arc QHR? What is length of arc QHR? QSR. ഇനി നമുക്ക് ചിത്രം വരയ്ക്കാം. നിങ്ങൾക്ക് ഈ ബോർഡൊക്കെ ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ലേ? ഇനി ലൈറ്റ് കൂട്ടേണ്ട കാര്യം ഉണ്ടാവും. ലൈറ്റ് കൂട്ടണോ? ലൈറ്റ് കൂടുതൽ വേണോ? വേണ്ട. ഓക്കെ, ശരി. അപ്പോ ഫിഗർ വരച്ചോ. ഒരു സർക്കിൾ, അതിന് ഇങ്ങനെ ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ഒരെണ്ണം സബ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ഇവിടെ ഒരു പോയിന്റ് ഇട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടാണ് എ, ഇത് ഡി, ഇത് സി ആണ് പറയുന്നത്, ഇത് ബി ആണ്, അത്ര ബി, ഇത് പി ആണ്, പി ആണ്, ഇത് ക്യൂ, ഇത് ആർ, ആർ. ഇവിടെ ഒരു എസും ഇട്ടുണ്ട്, ഒരു എസ് എന്നുള്ള പോയിന്റ് അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പറയും. വരയ്ക്ക്. ചാന്ദ്ര മൈക്ക് ഓൺ ചെയ്ത്. ഒന്ന് വായിച്ചേ. In the figure, angle ABC equal to 30 degree. Angle ABC ഇതല്ലേ? 30 ഡിഗ്രി ആണെന്ന്. ശരി.
The length of the arc ADC is 18 centimeter. ADC എന്ന ആർക്കിന്റെ ലെങ്ത് എത്രയെന്ന്? 18 centimeter. 18 ഇതാണ് ADC. അപ്പൊ ഇത് 18 സെന്റിമീറ്റർ ആണോ അല്ലെ ADC? നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. പിന്നെയോ? What is the central angle of arc APB? APB APBയോ? APC ട്ടാ, APC. APB അല്ല, APC. APC ആണ്. അപ്പോ ഒന്നാമത്തത് നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് കാര്യം ചെയ്യാം. ഈ ADC APC അല്ലെ, അങ്ങനല്ലേ പറഞ്ഞവര്? ADC ഒരു ആർക്കാണ്. APC എന്ന് പറഞ്ഞ ഇതല്ലേ മൊത്തം, അതുകൊണ്ട് ഈ കുഞ്ഞു കഷ്ണമല്ലല്ലോ. APC എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിയിലൂടെ പോയി സിയിലെത്തുന്ന അർത്ഥം അല്ലേ? അപ്പോ ADCയും APCയും ഓൾട്ടർനേറ്റ് ആർക്കുകളല്ലേ? ആണല്ലോ, സംശയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ തൽക്കാലം. ഇങ്ങോട്ട് വരുന്ന ഓന്ന് കൊടുക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇതല്ല ആവശ്യം. ഇത് ആരുടെ സെൻട്രൽ ആംഗിളാ? ADCയുടെ സെൻട്രൽ ആംഗിൾ അല്ലേ? അല്ലേ? ചോദ്യം ആരുടെയാ? APCയുടെ അല്ലേ? അതെന്തായിരിക്കും? എത്രയായിരിക്കും? 300. അപ്പോ സെൻട്രൽ ആംഗിൾ ഓഫ് ADC equals 60 degree. Therefore, central angle of APC equals 360 minus 60 equals എന്താ? 300 ആയിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തുടർന്ന് വായിക്കേ. What fraction of circumference of circle is arc APC? Arc APC. Arc APC. What fraction of the circumference of the circle is arc APC? Arc APC ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ എത്ര ഭാഗമാണ്? വാട്ട് ഫ്രാക്ഷൻ ആണ്? എന്താ അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? പകുതിയാണോ, മുക്കാലാണോ, 4/3 ഭാഗമാണോ, 8/5 ഭാഗമാണോ എന്നാണ് ചോദിക്കണം. ഞാൻ ചോദിച്ചേക്കട്ടെ ഇതില്ലേ? അപ്പോ വാട്ട് ഫ്രാക്ഷൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സർക്കംഫറൻസ് ഈക്വൽ ചോദിക്കട്ടെ, അത് ആർക്ക് ഞാൻ അങ്ങനെ എഴുതാണ്. ആർക്ക് APC പ്ലസ് ആർക്ക് ADC ആയാൽ എന്ന് പറഞ്ഞാൽ ആർക്ക് APCയുടെ നീളവും ADCയുടെ നീളവും കൂടി കൂട്ടിയാൽ എന്തായി? സർക്കംഫറൻസ് ആയോ? ആയി അല്ലെ? സർക്കംഫറൻസ് ആയി. ഈ ഇതില് എന്താ സർക്കംഫറൻസ്? 2πr അല്ലേ? അല്ലെ? ഈക്വൽ ആർക്ക് APC നമുക്ക് അറിയില്ലല്ലോ, ഇല്ല. പ്ലസ് ADC നീളം അറിയാലോ, 18 centimeter. എത്ര? 18 സെന്റിമീറ്റർ. 18 എഴുതിയാൽ മതി. അപ്പൊ അത് ചോദിക്കുന്നത് എന്താ? ഈ സർക്കംഫറൻസിന്റെ എത്ര ഭാഗമാണ്? മൊത്തം 2πr നമുക്കറിയാം അല്ലെ? മൊത്തം 2πr ആണ്. അതിൽ എത്ര ഭാഗമാണ് ആർക്ക് APC വരിക? 3/4 ഭാഗമാണോ, 5/8 ഭാഗമാണോ? എത്ര ഭാഗം വരിക? 3/4 എങ്ങനെയത് കണ്ടിട്ട്? അത് ശരി. ഞാൻ അങ്ങനെ എടുക്കലില്ല നമുക്ക്. അതിനെ നമ്മള് മാത്സ് എന്നല്ല പറയാ. മാത്സിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് 3/4 പറഞ്ഞു? എന്താ കാരണം? എന്താ 3/4? അതങ്ങനെയാണ്, നോട്ട് കാര്യമില്ല. 3/4 എന്ന് പറഞ്ഞാൽ 3/4 പ്രൂവ് ചെയ്യണം. എങ്ങനെയത് 3/4 ആയത്? എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കണ്ടിട്ട് കൊറേ ഉണ്ടല്ലോ, അപ്പൊ കിടക്കട്ടെ അല്ലെ? ശരി, നോക്കൂ. ആർക്ക് APC എന്ന് പറഞ്ഞാൽ എന്താ?
2πr മൈനസ് 18 അല്ലേ? ആ അല്ലേ? 2πr മൈനസ് 18 ആ ആണോ? അങ്ങനെയാണെങ്കിൽ 2πr മൈനസ് 18 ടോട്ടൽ 2πr ആണ്. ഈ 2πrന്റെ ഒരു ഭാഗം 18 ആണ്. ബാക്കി ഭാഗം എത്രയാ? 2πr. 2πr മൈനസ് ഒരു ഭാഗം 18. അപ്പൊ ബാക്കി എത്രയാ? 2πr മൈനസ് 18. ആ അപ്പൊ ഈ ഭാഗത്തിന്റെ നീളം എന്താ? 2πr മൈനസ് 18. 2πr മൈനസ് 80. അത്ര മനസ്സിലായല്ലോ? ആ അത് ഈ മൊത്തത്തിന്റെ എത്ര ഭാഗം ആണെന്ന് നമുക്ക് കാണണം. മൊത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന്. മൊത്തം എന്താ? 2πr. 2πr. അത് ശരിക്കും എത്ര ഭാഗം നമ്മൾ എന്തുപയോഗിക്കാം? റേഷ്യോ ഉപയോഗിക്കാൻ വേണമെങ്കിൽ റേഷ്യോ ഉപയോഗിക്കാം. എന്താണ് റേഷ്യോ? എങ്ങനെയാ ഉപയോഗിക്കുക? ഇതിന്റെ നീളം ഈസ്റ്റു ഇതിന്റെ നീളം, അങ്ങനെ ഉപയോഗിക്കാം. അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സർക്കംഫറൻസ് കിട്ടും. അപ്പൊ ആർക്ക് എപിസിന്റെ നീളം എന്താ? അത്ര അറ്റ്ലീസ്റ്റ് മനസ്സിലായല്ലോ. എന്താണ്? 2πr മൈനസ് 18. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ അറിയോ? ഈ 18 കഴിഞ്ഞിട്ട് 18 അല്ലെങ്കിൽ 18 ആയാലും മതി. 2πrന്റെ എത്ര ഭാഗമാണ് 18? സർക്കംഫറൻസിന്റെ എത്ര ഭാഗമാണ് 18 എന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞോ, എത്ര ഭാഗമാണ്? ഇനി ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. തന്ത്രോടില്ലേ? ഒരു സർക്കിൾ നമ്മുടെ സെൻട്രൽ ആംഗിൾ വെച്ചാൽ ചെയ്യാൻ പോണം. നോക്കൂ, ഇവിടെ ഞാനൊരു വര വരച്ചു. ഈ മൊത്തം സർക്കിളിന്റെ ആംഗിൾ എത്രയാ? 360. 360 ആണല്ലോ. ഞാൻ ഇവിടുന്ന് എങ്ങനെ വരച്ചു? ഇത് എത്രയാ? 60 ആണെന്ന് ഞാൻ പറഞ്ഞു. പോട്ടെ, 60 വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 120 എടുക്കാം. കുറച്ചും കൂടി മുന്നേ വലുതാക്കി കൊടുക്കണം. 120. ഇത് 120 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇത് 120 ആണെന്ന് പറഞ്ഞു. ഇത് മൊത്തം എത്രയാ? 360. ഇതിനെ ഈ 360നെ 120 ഉള്ള എത്ര ഈക്വൽ കഷ്ണാക്കാൻ പറ്റും? 360 divided by 120. എത്രയാ പറയത്? 3 അല്ലേ? 3 അല്ലേ? അപ്പോ ഇത് 120 ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ ഇതും 120, ഇതും 120. ശരിയാണോ? നോക്കൂ, സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത്തും ഈ ആർക്കിന്റെ ലെങ്ത്തും ഈ ആർക്കിന്റെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം സെൻട്രൽ ആംഗിൾ സെയിം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് 120 വെച്ച് 3 കഷ്ണാക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ 60 വെച്ച് എത്ര കഷ്ണാക്കാൻ പറ്റും? സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെ ഈക്വൽ 360. ഇത് മൊത്തം 360 ആണ്. ഈ 60 വെച്ച് എത്ര കഷ്ണം ഉണ്ടാക്കാം? 6 കഷ്ണം ഉണ്ടാക്കാം. അപ്പോ 1 2 3 4 5 6. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോ ഇത് എത്രയാ? 60. ഇത് 60. ഇതെത്രയാ? 60. ഇതെത്രയാ? 60. ഇതെത്രയാ? 60. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് 18 ആണ് ഇതിന്റെ നീളം എങ്കിൽ ഇതെന്തായിരിക്കും? 18. ഇതെന്തായിരിക്കും? 18 ആയിരിക്കില്ലേ? ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്താ? 60 അല്ലെ? ആ 60ന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ നീളം എത്രയാ? 18 സെന്റിമീറ്റർ. അങ്ങനെ 60 വെച്ചുള്ള എത്ര കഷ്ണം നമുക്ക് ഇവിടെ ആക്കാം? 6 ആക്കാം അല്ലെ? മൊത്തം 6. അതിൽ ഒരെണ്ണാണ് ഇത്. ബാക്കി എത്ര ഉണ്ടാവും?
5 അപ്പൊ എത്ര 18 ഉണ്ടാവും? 5 18. 5 18 ഉണ്ടാവും. അപ്പോ ഈ ആർക്കിന്റെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഈ APCയുടെ നീളം കണ്ടുപിടിക്കാമോ? എത്രയാ? 5 അല്ലേ? 18 × 5. 18 × 5. 18 × 5. മൊത്തം എത്ര 18 ഉണ്ട്? ഇതും കൂടി 6 അല്ലെ? അപ്പോ 6 ഇത് എത്ര ഭാഗമാണെന്നല്ലേ ചോദ്യം. മൊത്തം 6. അതിൽ ഇത് എത്ര ഭാഗ? ഈ APC എത്ര ഭാഗ? 18 × 5. അത് എത്ര ഭാഗമാണ്? മൊത്തം 6 5 അല്ലേ ഇത്? അപ്പൊ എത്ര ഭാഗ? 5 ഭാഗം. 5 ഭാഗം എത്രയില്? 18. എത്ര എണ്ണത്തിൽ 5? APC ആകെ എത്ര എണ്ണമുണ്ട്? അതിൽ എത്ര എണ്ണമാണ് ഇത്? മൊത്തം സർക്കിൾ എത്ര 18 ആണ്? 6. അതിൽ എത്ര എണ്ണമാണ് ഈ ആർക്ക്? 5. അപ്പോ 6 5 അല്ലെ? അല്ലെ? 6 ഉണ്ട്, അതിൽ 5 അല്ലേ ഇത്? 6 5 ഭാഗം. അപ്പൊ നമ്മളുടെ ചോദ്യം അതാണ്. അതായത് ആർക്ക് APC ഈ സർക്കംഫറൻസിന്റെ എത്ര ഭാഗമാണെന്ന്. എത്ര ഭാഗ? 6 5 ഭാഗം. 6 5 എന്ന് പറഞ്ഞേ. എങ്ങനെ ഫ്രാക്ഷൻ ആക്കി പറഞ്ഞേ? 5/6. 5/6. അതാണ് ഉത്തരം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നോക്കൂ. അപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് ചെയ്തത്. മനസ്സിലായവരൊന്ന് പറഞ്ഞു യെസ് എന്ന്. അല്ലെ നമുക്ക് വീണ്ടും ചെയ്യാം. അത്ര ഈസി അല്ലത്. കാരണം സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് ചെയ്തത്. മനസ്സിലായവർ യെസ് പറയും, അല്ലാതൊരു നോ പറയും. യെസ്സുല്ലേ നോയും ഇല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പ്രോബ്ലം ചെയ്യൂ. ഞാനിപ്പോ നിങ്ങൾ ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ലോഗ് ഔട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്.